വേൾഡ് ഡയബറ്റീസ് ഡേയുടെ ഈ കൊല്ലത്തെ തീം എന്ന് പറയുന്നത് ഡയബറ്റീസ് ആൻഡ് വെൽബീയിങ് ആൻഡ് മാനേജിങ് ഡയബറ്റീസ് അറ്റ് വർക്ക് പ്ലേസ് അല്ലേ? അപ്പോൾ കുഡ് യു എലാബറേറ്റ് എ ലിറ്റിൽ മോർ ഓൺ വൈ സച്ച് എ തീം? കാരണം നമുക്കറിയാം November 14 വേൾഡ് ഡയബറ്റീസ് ഡേ WHO-ൻ്റെയും ഇന്റർനാഷണൽ ഡയബറ്റീസ് ഫെഡറേഷനും കൂടി ആഘോഷിക്കുന്ന ഒരു സംഭവമാണ്. അത് ബേസിക്കലി അതിൻ്റെ ഒരു ലോഗോ ഒരു ബ്ലൂ സർക്കിൾ, ഇറ്റ് ഇൻഡിക്കേറ്റ്സ് യൂണിറ്റി ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ഡയബറ്റീസ് എന്നുള്ളതാണ്. ഓരോ വർഷവും അവരൊരു തീം ഇറക്കും. ആ തീമിന് വേണ്ടിയിട്ടാണ് ആ ഒരു 1 ഇയറിലെ മൊത്തം ആക്ടിവിറ്റീസും വേൾഡ് ഓവർ നടക്കുന്നത്. അപ്പോൾ ഈ വർഷത്തെ തീം ആക്ച്വലി ഡയബറ്റീസ് ആൻഡ് വെൽബീയിങ് എന്നുള്ളത് തന്നെയാണ്, ഡയബറ്റീസ് അറ്റ് വർക്ക് പ്ലേസ്. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുന്ന പേഷ്യൻസ് പലരും നമ്മൾ പറയാറുണ്ട്, സാർ ഈ പറയുന്ന ഡയറ്റ് കൺട്രോളും എക്സസൈസും ഒക്കെ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ബുദ്ധിമുട്ടാണ്. എക്സാമ്പിൾ, ഞാനൊരു ബാങ്ക് എംപ്ലോയി ആണ്, എനിക്ക് സീറ്റിലിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ഭക്ഷണം കഴിക്കാനോ സമയത്ത് എണീക്കാനോ പറ്റാറില്ല. അപ്പം ഇതേപോലെ തന്നെയാണ് പലരുടെയും അവസ്ഥ. ചിലർ സൂപ്പർ മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും, ചിലർ അച്ഛനുണ്ടെങ്കിൽ അല്ലെങ്കിൽ CEO ടൈപ്പ് ഓഫ് പോസ്റ്റ് ആയിരിക്കും. എല്ലാവരുടെയും പ്രശ്നം വർക്ക് പ്ലേസിൽ ഡയബറ്റീസ് മാനേജ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പം 10-7 ആൾക്കാർ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഡയബറ്റീസ് ആൾക്കാർ അവരൊക്കെ വർക്കിംഗ് പോപ്പുലേഷനാണ്. അപ്പോൾ അവർക്കൊക്കെ ഉണ്ടാകുന്ന കോമൺ കാര്യങ്ങൾ എന്ന് പറഞ്ഞെങ്കിൽ ആങ്സൈറ്റി അബൌട്ട് ഡയബറ്റീസ് മെലിറ്റസ്, ഡയബറ്റീസ് ഉണ്ടെന്നുള്ളത് വർക്ക് പ്ലേസിൽ പറയാൻ പാടുമോ ഇല്ലയോ എന്നുള്ളത്. മൂന്നാമത്തെ കാര്യം, അത് ഡയബറ്റീസ് വർക്ക് പ്ലേസിൽ എങ്ങനെ മാനേജ് ചെയ്യും. പലരും പറഞ്ഞാൽ സാറേ ഒരു 6 days ഞാൻ വർക്കിംഗ് ആണ്, ബാക്കി ഒരു ദിവസം മാത്രമേ സാർ പറയുമ്പോൾ ഡയറ്റും എക്സസൈസും ഒക്കെ എനിക്ക് പാലിക്കാൻ പറ്റാറുള്ളൂ. ഇതിനെക്കാട്ടും കഷ്ടമാണ് ഇൻസുലിൻ എടുക്കുന്ന ആൾക്കാർ. ഇൻസുലിൻ സ്റ്റോർ ചെയ്യാനൊരു പ്ലേസോ അല്ലെങ്കിൽ അത് ഷുഗർ നോക്കാനുള്ള സമയമോ അല്ലെങ്കിൽ സന്ദർഭങ്ങളോ അവർക്കില്ല. ഇതാണ് ബുദ്ധിമുട്ട്. ഇതിന് പുറമെ ഒരു കാര്യം കൂടി ഉണ്ട് അവർക്ക്. ഇപ്പോൾ ഡയബറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഡിസ്ക്രിമിനേഷൻ അവർ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ശരിക്കും പാടില്ല. ഡയബറ്റീസ് ഒരാൾക്ക് ആയിട്ട് നമ്മൾ മാനേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ വർക്കിംഗ് എഫിഷ്യൻസീസ് ആസ് ഈക്വൽ ടു എനി അതർ പേഴ്സൺ. അങ്ങനെയാണ്. പർപ്പസ്ഫുള്ളി ഇറ്റ് ഷുഡ് സ്റ്റാർട്ട് ഫ്രം ourselves. നമ്മളെ എൻവയോൺമെന്റ് നമ്മൾ ഡയബറ്റീസ് ഫ്രണ്ട്ലി ആക്കുക. അപ്പോൾ ആൾക്കാർക്ക് ഇപ്പോൾ ഇൻസുലിൻ എടുക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇൻസുലിൻ സ്റ്റോർ ചെയ്യാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക. ഷുഗർ ചെക്ക് ചെയ്യേണ്ട പേഷ്യൻസ് ആണ്, അവർക്ക് ഗ്ലൂക്കോമീറ്റർ യൂസ് ചെയ്യാനും അത് വെക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക. സമയത്ത് ഭക്ഷണം കഴിക്കാനുള്ള അവസരം കൊടുക്കുക. പിന്നെ പല സ്ഥലങ്ങളിലും ഉണ്ടാവും കുറച്ച് ക്യാമ്പസുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അത് അവർക്ക് യൂട്ടിലൈസ് ചെയ്യാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കും. ഇങ്ങനെയൊക്കെ നമുക്കും വർക്ക് പ്ലേസിൽ ഡയബറ്റീസ് നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡയബറ്റീസ്